അംഗനവാടി ജീവനക്കാരുടെ ഈ ധർമ്മസമരം 9 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നാണ് ഇവിടെ പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമരത്തെ ഗവൺമെന്റ് വളരെ നിഷേധാത്മകമായ സമീപനത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളെയും അമ്മമാരെയും ഗർഭിണികളെയും ഒക്കെ സംരക്ഷിക്കുന്ന അംഗനവാടി ജീവനക്കാർക്ക് മതിയായ വേതനവും മറ്റ് അലവൻസുകളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ സമരം 9ാം ദിവസവും തുടരുന്നത്. സമരം ചെയ്യുന്നവരോട് CPM-നും ഗവൺമെന്റിനും അലർജിയാണ്. സമരം ചെയ്യുന്നവരെ പുച്ഛിച്ചു തള്ളുന്നു. സമരത്തോട് ഇത്രയും വലിയ അലർജിയുള്ളൊരു ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അജയ് തറയിൽ, റീസ് പുത്തംവീട്ടിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും അവർക്ക് എല്ലാ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് നിർത്തുകയാണ്. ഇന്നിവിടെ വേറെ കാര്യം കൂടി, ഇന്നിവിടെ മനുഷ്യച്ചങ്ങല പിടിക്കുകയാണ്. 9 വർഷം കേരളം ഭരിച്ചിട്ടും ലഹരിയുടെ വേരിറക്കാൻ കഴിയാത്ത പിണറായി വിജയന് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് ഇവരിപ്പം ഇവിടെ മനുഷ്യച്ചങ്ങല ഉണ്ടാക്കുന്നത്. ഈ മനുഷ്യച്ചങ്ങല ക്ലിഫ് ഹൗസിലായിരുന്നു ചെയ്യേണ്ടത്. കാരണം 9 വർഷം കേരളം ഭരിച്ചിട്ടും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. 9 വർഷം എന്ന് പറയുന്ന ചെറിയ കാലയളവാണോ? എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? അപ്പോൾ 9ാമത്തെ വർഷമാണ് ഇപ്പൊ ലഹരിക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കാപട്യമാണ്. ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കുന്നവർ ലഹരിക്കെതിരെ സമരം ചെയ്യുന്നത് എന്ത് വിരോധാഭാസമാണ്. അതുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങല എന്നൊക്കെ പറഞ്ഞ വെറും കാപട്യമാണ്, കള്ളമാണ്. ഇതിനെ ജനങ്ങൾ അംഗീകരിക്കില്ല.